ഹലോ, വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയ ചങ്ക്സ് വെച്ച് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കുമായിട്ടാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും സോയയാണ് എടുത്തിരിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും അത് വെന്ത് കിട്ടാൻ വേണ്ടി. ദേ അങ്ങനെ സോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. സോയയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം അതിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ലേശം പെരിഞ്ജീരകം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ലേശം മതി കേട്ടോ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറിയ പീസുകളായിട്ട് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ബ്രെഡൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും അതുപോലെ 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു ബോൾസ് ആയിട്ടാണ് എടുക്കണേ. അതെല്ലാം റോളാക്കാം, അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈസിൽ ചെറിയൊരു ബോളാക്കി എടുക്കുകയാണ് ചെയ്യണേ. ഇതുപോലെ ഓരോന്നും അതേ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇത് ഓരോന്നും വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ബോൾസും ആദ്യം തന്നെ മുക്കിയെടുക്കുന്നത് മൈദയിലാണ്. മൈദ കലക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് മുക്കിയെടുക്കുകയാണ്. എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയെടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. മൈദ തന്നെ വേണമെന്നില്ല, ഞാനിപ്പോൾ ഇവിടെ ഒരു വെജിറ്റേറിയൻ സ്നാക്ക് എന്ന് ഉദ്ദേശിക്കുന്ന കാരണം മൈദ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. മൈദയ്ക്ക് പകരം മുട്ടയായാലും മതി, മുട്ടയുടെ വെള്ളം കലക്കി വെച്ചിട്ട് അതിൽ മുക്കിയാലും മതി. ഇതുപോലെ ഓരോന്നും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നും വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തിരിക്കുന്ന ഓരോ ബോൾസും എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗണിഷ് കളറായാൽ മതി കേട്ടോ. അധികം വേവാനൊന്നും നിൽക്കണ്ട, കാരണം ഉള്ളിലത്തെ സോയ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ അധികം വേവാനൊന്നും നിൽക്കണ്ട. ആ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ദേ ഈ ഒരു പാകം മതി. ഇതേപോലെ ബാക്കി ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോയ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. അതുപോലെ പുറത്ത് ബ്രെഡ് ക്രംസ് ആയ കാരണം നല്ല മുരുമുരാന്നിരിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.